യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിന് ഈ പ്രശാന്ത സുന്ദരമായ നല്ല ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം പകലിൽ മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനങ്ങൾ 29-11 വാക്യം രണ്ടാമത്തെ വാചകം അതിനാധാരമായിട്ട് എടുക്കുന്നു. യഹോവ തൻ്റെ ജനത്തിനെ ശക്തി നൽകും. അടുത്ത വാക്ക്, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പഴയ നിയമത്തിലെ യാഗം കഴിച്ച് നിയമം ചെയ്ത പഴയ നിയമ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ എല്ലാ ഇസ്രായേലിനും രാജാവായിരുന്ന ദാവീദിന്റെ പ്രയോഗമാണ്. യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. സ്തോത്രം. വരുന്നൊരാഴ്ചയിലെ ക്രിസ്ത്യ ജീവിതം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എല്ലാ ദിവസങ്ങളും സ്തോത്രം കർത്താവ് നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിച്ചാൽ, പ്രിയരെ, സമാധാനമുള്ളതാണ് വലിയൊരു അനുഗ്രഹം. സ്തോത്രം, സ്തോത്രം. പഴയ നിയമത്തിൽ തന്റെ ജനത്തിന് സമാധാനം എന്ന പ്രയോഗമാണ് കാണുന്നത്. കാരണം അവരുടെ രക്ഷ ജാതിപരമാണ്. എന്നാൽ കൃപായുഗ രക്ഷ വ്യക്തിപരമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അപ്പോൾ വ്യക്തിപരമാണ്. അങ്ങനെയെങ്കിൽ ഈ സമാധാനം ഇന്ന് നാം അനുഭവിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. സ്തോത്രം. യേശു കർത്താവ് അവനീമുഖത്ത് വന്നിട്ട് പ്രസ്താവിച്ചൊരു വാക്കുണ്ട്. അതിങ്ങനെയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സ്തോത്രം. അത് യേശു പരസ്യമായി പ്രസ്താവിച്ച അനന്തരം യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് സമാധാനം. വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ യേശു അതിനു മുമ്പ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചെന്ത് ചെയ്യുന്നു? ഞാൻ പോകുന്നതിന് മുമ്പ്, അർത്ഥാൽ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകും. അപ്പോൾ ആ സമാധാനം കൈമാറിയ രംഗം കാണണമെങ്കിൽ അങ്ങ് കാൽവറി മലമുകളിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് കയറി വാ. ആമേൻ. പവിത്രവാനായ യേശുവിൻ്റെ പവിത്രമായ കൈകാലുകളിലൂടെ ആണിയാൽ തുളയ്ക്കപ്പെട്ട് കർമ്മദണ്ഡിതനായി കാൽവറി മലമുകളിൽ നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ മുഴുവനും ഏറ്റെടുത്ത് നമുക്ക് പകരമായി തകർക്കപ്പെട്ട് കിടക്കുന്ന യേശുവിനെ ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നവരെല്ലാവരും ഒന്ന് കാൺമീൻ. സ്തോത്രം. അതാ സമാധാനം കൈമാറുന്ന രംഗമാണത്. സ്തോത്രം. അവിടുത്തെ സമാധാനം, ആ സമാധാനം തന്നേച്ചു പോകുമെന്ന് പറഞ്ഞു. ആ സമാധാനം നമുക്ക് നൽകേണ്ടതിന് വേണ്ടി അവിടുത്തെ ജീവരക്തം നമുക്കായി ചിന്തി. സ്തോത്രം. ജീവൻ നൽകി നമുക്ക് സമാധാനം നൽകി. അങ്ങനെയെങ്കിൽ ഇങ്ങനെയാണ് നാം ധ്യാനിക്കേണ്ടത്. അവിടുത്തെ ജീവരക്തത്താൽ നൽകിയ സമാധാനമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ സമാധാനം നൽകേണ്ടതിന് വേണ്ടി അവിടുത്തെ ഓമനകുമാരൻ അവസാന തുള്ളി രക്തം വരെയും കാൽവറി മലമുകളിൽ ചീന്തിയ ആ രംഗമൊന്ന് കാണണം പ്രിയരെ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ മേലുള്ള കുറ്റപത്രം ആ രക്തത്താലാണ് നീക്കപ്പെട്ടത്. മാത്രമല്ല, നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നു. വിശുദ്ധനായ ദൈവവും അശുദ്ധനായ മനുഷ്യനും രണ്ട് തട്ടിൽ നിന്നപ്പോൾ അവൻ ദൈവത്തോട് നമ്മെ നിരപ്പിച്ചത്, സ്തോത്രം, അവൻ യേശുവിൻ്റെ ക്രൂശ് മരണത്താലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രം, ഈ സമാധാനം നമുക്ക് കിട്ടിയത് കൃപയാലാണ്. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ, ദൈവമക്കളായി തീർന്നപ്പോൾ ഈ സമാധാനം നമ്മുടെ ഉള്ളിൽ വന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ക്രിസ്തുവിന്റെ സമാധാനം ഉള്ളിൽ വസിക്കുന്നതിൽ സന്തോഷമുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
യേശുവിന്റെ പാപത്തെ മോചിച്ചപ്പോൾ, യേശുവിന്റെ രക്തം എന്റെ പാപകറകളെ കഴുകിയപ്പോൾ, അവൻ സ്തോത്രം എന്നെ നീതീകരിച്ചപ്പോൾ, പാപി രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന 32 കൂട്ടം കാര്യങ്ങളുണ്ട്. അടുക്കിന് റഫറൻസ് ഗീതം ധ്യാനിക്കേണ്ടതാണ്. ഇതെല്ലാം യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ തമ്മിൽ വന്നു സ്തോത്രം ദൈവത്തോടുള്ള സമാധാനം നമുക്കുണ്ടായി. ആകയാൽ അവിടുന്ന് നമുക്ക് സമാധാനം നൽകി. സ്തോത്രം. ശ്ലീഹ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും വരുന്നൊരാഴ്ചയിലെ ജീവിതമേ വെപ്രാളവും പരവേശവും പിടിച്ച് നമ്മളോട് ബന്ധമില്ലാത്ത കാര്യങ്ങളെല്ലാം തലയ്ക്കകത്തിട്ട് കറക്കി സ്തോത്രം മനസ്സ് കേടാക്കി, തല കേടാക്കി, സമയം കളഞ്ഞ് ആമുമായി ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളൊക്കെ സ്തോത്രം നിയമസഭ നടത്താൻ അവിടെ ആളുണ്ട്. അതിനകത്ത് നമ്മുടെ തല എന്ത് ചെയ്യണ്ട, പോയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്, അവരത് ചെയ്തോളും. നമുക്ക് കൂടുതൽ സമാധാനം കിട്ടാൻ ഞാനൊരു മാർഗം പറയാം. നമ്മുടെ വിവേചന അധികാര പരിധിക്ക് വെളിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ തലയിൽ കയറാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക. അങ്ങനെ സമാധാന കാംക്ഷികളായി, സ്തോത്രം സമാധാനം ഉണ്ടാക്കുന്നവരായി. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. സമാധാനം ഉണ്ടാക്കുന്നവർ. അതൊക്കെ വിസ്തൃതിയുള്ള വാക്കുകളാണ്, ആഴമുള്ള പ്രയോഗങ്ങളാണ്. അതുകൊണ്ട് ആവോളം നമ്മൾ ഇടപെടുന്നിടത്ത് സ്തോത്രം നമ്മുടെ സാന്നിധ്യം ഒക്കെ കൂടുതൽ സമാധാനത്തിന് ഹേതുവാകട്ടെ. അതൊരു പ്രത്യേക ദൈവകൃപയാണ്. നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകൾക്കകത്തും സ്തോത്രം ദൈവത്തിൻ്റെ സമാധാനം ധാരാളം അനുഭവിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ.